Okay, hi all of you. Earnest Academy വേറൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജൂൺ 5 നടന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ PSCയുടെ ആൻസർ കീ, അതായത് എന്തായിരിക്കും അതിന്റെ ആൻസേഴ്സ് എന്നതിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവര് ഈ ഒരു ഡിവിഷൻ, മാർക്കിന്റെ ഡിവിഷൻ അവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസിലേക്ക് പോവാം. സോ ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ without emitter bypass capacitor. So without emitter bypass capacitor has the following parameters. So RL തന്നിട്ടുണ്ട്, RE തന്നിട്ടുണ്ട്, HFE തന്നിട്ടുണ്ട്, its voltage gain is equal to. So ഒരു emitter common emitter configuration ആണ്. Common emitter configuration ൽ bypass capacitor ഇല്ല. അപ്പോൾ you can know that it is ഇങ്ങനെയാണ് അത് വരുന്നത്. ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. And so basically, and here it is RL, the load resistance, and here it is RE, and you can see that നമുക്ക് voltage gain AV എന്ന് പറയുന്നത് it is nothing but RL by RE. Okay, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് on behalf of the load resistor and emitter resistor. So നമുക്ക് തന്നിട്ടുണ്ട്. So it is 100K divided by 10K, and the answer is 10. So D is the answer. Helpful question. Now the second one is, one of the applications of a transformer is for. നമ്മൾ നോർമലി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വളരെ ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻ ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഇസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്, അറിയാലോ, നമുക്ക് പല, അതായത് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും അതിനൊക്കെ ഉപയോഗിക്കും. അതുകൂടാതെ അത് ആ സർക്യൂട്ടിൽ ഇംപീഡൻസ് മാച്ചിങ് കൂടി പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഐസൊലേഷൻ, കുറേ കാര്യങ്ങളുണ്ട്. പവർ ആംപ്ലിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല, ഫ്രീക്വൻസി മാറുന്നില്ല, energy is not stored in the transformer, so it's used as impedance match. A is the answer. And അടുത്തത്, an amplifier using operational amplifier is shown below. That is ഒരു op-amp യൂസ് ചെയ്ത് ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. What is V out by VIN? That's A ആണ് ചോദിച്ചിരിക്കുന്നത്. Gain of the amplifier. This is a non-inverting amplifier. Sorry, it is an inverting amplifier. So the gain is minus RF by RI. Gain is equal to minus RF by RI. So it is RF തന്നിട്ടുണ്ട് 10 kilo ohm, RIN തന്നിട്ടുണ്ട് 1 kilo ohm, and it is nothing but it is minus 10. So C is the answer. Okay. So the next is the SFR address of B register. നമുക്ക് ഇത് മൈക്രോ കൺട്രോളറുടെ അകത്താണ് വരുന്നത്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് നമ്മുടെ മെമ്മറിയിൽ റാം ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? അതിനൊരു പർട്ടിക്കുലർ സ്പേസ് ഉണ്ട്. ഹലോ, ഹലോ. ഓക്കെ മിസ്, ഇടയ്ക്ക് വെച്ച് കൈതട്ടി വീണ്ടും എടുക്കണോ? വേണ്ട, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ തൊട്ട് പറഞ്ഞാൽ മതി. So the SFR address of B register is in 8051. 8051 എന്താണ്, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. നമ്മുടെ നോർമൽ രജിസ്റ്റേഴ്സും അത് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ, അല്ലേ?
അപ്പൊ ഇതിൽ നമുക്ക് ആകെ ഇത്രയും മെമ്മറി ലൊക്കേഷൻസിൽ കുറച്ച് 21 നമ്പർ ഓഫ് SFRs ഉള്ളൂ. അപ്പൊ അതിന്റെ അഡ്രസ് ബിറ്റ് അഡ്രസ്സബിൾ ആണ്. അഡ്രസ് വെച്ചിട്ട് നമുക്ക് SFRനെ പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ ആ SFRന്റെ പേര് വെച്ചിട്ടും പ്രോഗ്രാം ചെയ്യാം. ഈ ബിക്ക് പകരം ബിയുടെ അഡ്രസ്സും കൊടുക്കാം. സോ ഇതിൽ ബിയുടെ അഡ്രസ് എന്ന് പറയുന്നത് 0H. So you have to memorize the addresses of each SFR registers. Okay, അതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ടൈമർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ എല്ലാ രജിസ്റ്റേഴ്സ് അതിന്റെ. So the next is IC 7476. IC 7476 എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് IC 7476. And it have 2 JK flip flop. അല്ലെ, ഒരു ICയുടെ അകത്ത് 2 JK flip flop ആണുള്ളത്. D എന്ന് പറയുന്നത് 7474 ആണ്. 7474. It has only one input. It has 2 inputs. You know that. And അതൊക്കെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ചിറങ്ങിയ ഉടനെയുള്ള ആൾക്കാർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും. Next is data can be changed from temporal code to spatial code by using. ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ സെക്ഷനിലും റിസീവർ സെക്ഷനിലും വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു ഡിജിറ്റൽ സിസ്റ്റവും നമ്മൾ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യുക ത്രൂ 1 pin. സോ വി ഹാവ് ടു കൺവേർട്ട് ദി ഡിജിറ്റൽ ദ പാരലൽ ഡാറ്റ ടു സീരിയൽ. അല്ലെ, അത് റിസീവ് ചെയ്യുന്ന സമയത്തോ റിസീവ് ചെയ്യുന്നത് സീരിയൽ ആയിട്ടായിരിക്കും, പക്ഷെ പ്രോസസ്സർ പ്രോസസ് ചെയ്യുന്നത് 8 ബിറ്റ് അങ്ങനെയായിരിക്കും. സോ ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ടു സീരിയൽ ടു പാരലൽ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് ഈ കോഡിംഗ് ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ്. ഓക്കെ, ഇറ്റ് ഇസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആണ് ഈ ടെമ്പറൽ കോഡ് ടു സ്പേഷ്യൽ കോഡ്. And next is in an AVR, to set all the bits in a register R2 to 1, it must or the register R2 loop. അല്ലെ, നമുക്ക് ഈ R2 എന്ന് പറയുന്നത് 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അല്ലെ, 8 ബിറ്റ് ആണ് ഇതിന്റെ വിഡ്ത് കപ്പാസിറ്റി. സോ യു ഹാവ് ടു ലോഡ് 1 to this register. That is, എല്ലാ ബിറ്റിലും നമുക്ക് 1 ഇടണം, 1 പ്ലേസ് ചെയ്യണം. അതിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ല, പക്ഷെ ഇപ്പൊ നമുക്ക് അതിനെ 1 ആക്കണം. അപ്പൊ 1 ആക്കാനുള്ള പർപ്പസ്ഫുള്ളി നമുക്ക് ഒരെണ്ണത്തിന് 1 ആക്കണേ. വി ഹാവ് ടു ഓർ വിത്ത് എഫ്. അല്ലെ, നമുക്ക് പർപ്പസ്ഫുള്ളി 1 ആക്കണമെങ്കിൽ വി ഷുഡ് ഓർ വിത്ത്. പർപ്പസ്ഫുള്ളി 0 ആക്കണമെങ്കിൽ ടു മേക്ക് 1, ടു മേക്ക് 0, it should be AND with 0 0. അല്ലെ, അപ്പൊ നമുക്കിത് FF വെച്ചിട്ടാണ് അത് ഓർ ചെയ്യേണ്ടത്. അത് ഓർ യൂസിങ്. നെക്സ്റ്റ് ഇസ് PLLന്റെ ഒരു ലോജിക് ആണ്. PLL എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഫേസ് ലോക്ക് ലൂപ്പ് ആൻഡ് ഇറ്റ് ഹാസ് ക്യാപ്ചർ റേഞ്ച്, ലോക്ക് റേഞ്ച്, ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി റേഞ്ചസ് ഉണ്ട്. അല്ലെ, അതായത് ലോക്ക് റേഞ്ചിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയി കഴിഞ്ഞത് ഫ്രീ റണ്ണിങ് ആയി. ലോക്ക് റേഞ്ചിന്റെ ഉള്ളിലാണ് ഇതിൽ വരുന്ന, അതായത് നമ്മുടെ സിഗ്നലിനൊപ്പം വരുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ച്. ക്യാപ്ചർ റേഞ്ചിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ക്യാപ്ചർ റേഞ്ചിലേക്ക് പോകും. നോക്കാം. In a PLL, when the input is applied and the VCO starts to change, the frequency is said to be in capture. Okay, അത് ക്യാപ്ചർ മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് കൊടുത്തതിന് ശേഷമാണ് അത് ആ ഫ്രീക്വൻസിയിലേക്ക് സിങ്ക്രണൈസ്ഡ് ആവുന്നത്. That's also an easier one. And next is, which of the following is not an assembler directive in an AVR? അപ്പോൾ AVR certain assembler directives and assembler directives are also known as pseudo instructions. Here ORG നമുക്ക് അറിയാം, മെമ്മറി തുടങ്ങുന്നത് പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഈക്വൽ ഇസ് ഓൾസോ ഇൻക്ലൂഡ് നമ്മുടെ ഹെഡർ ഫയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ AVR പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്, ഒരു അസംബ്ലർ ഡയറക്റ്റീവ്. ആൻഡ് ഹിയർ DDR, ദിസ് ഇസ് നോട്ട്. DDR എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്, ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്റർ ആണ്.
Next is the minimum number of 2 input AND gates required to realize a half adder is. ഒരു ഹാഫ് ആഡർ അറിയാൻ നിങ്ങൾക്ക് എന്താണ് x is equal to a XOR b and so it is sorry, it's half subtractor, right? And carry is equal to a bar br. So totally we require 5 NAND gate. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So you have to be thorough with it. Next is 11th one. A component which opposes sudden change in voltages. അത് ഇതായിരിക്കും കപ്പാസിറ്റർ ഒക്കെ പെട്ടെന്നുള്ള ചേഞ്ചിന് ഷോർട്ട് ആണ് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോൾ അത് ഷോർട്ട് ആവും. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ അത് ഗ്രാജുവലി കൂടാം. ഡയോഡ് it doesn't oppose any change. Resistor it carries അല്ലെ, ആ സിഗ്നലിനെ അങ്ങോട്ട് ക്യാരി ചെയ്യുന്ന കറണ്ടിനെ കുറയ്ക്കുന്നത്. ഇൻഡക്ടർ ഒരു സഡൻ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്, പാസീവ് എലമെന്റ് ആണ് ഇൻഡക്ടർ. നെക്സ്റ്റ് ഇസ് the SMPS work on the principle of SMPS എന്ന് പറയുന്നത് അറിയാലോ, പവർ സപ്ലൈ ആണ്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ചോപ്പർ, അതായത് ഡ്യൂട്ടി സൈക്കിൾ അനുസരിച്ച്. ഓക്കെ, ചോപ്പിംഗ് പല രീതിയിലുള്ള ചോപ്പേഴ്സ് അറിയില്ല, അത് ദാറ്റ് ഇസ് ഡ്യൂട്ടി സൈക്കിൾ അനുസരിച്ചാണ് നമുക്ക് അതിന്റെ പെർസെന്റേജ് ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ എഫിഷ്യന്റ് മാനറിൽ നമുക്ക് അതിന്റെ സപ്ലൈ വോൾട്ടേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോപ്പർ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. Okay. Next is the IE register of 8051. അത് പറഞ്ഞ പോലെ ഈ 8051 ഒരുപാട് അതിന്റെ വർക്കിംഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഫീച്ചേഴ്സിൽ ടൈമേഴ്സ് ഉണ്ട്, ഇന്ററപ്റ്റ് കൺട്രോളേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സിൽ വരുന്ന ഒരു ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു രജിസ്റ്റർ ആണ് IE, ഇന്ററപ്റ്റ് എനേബിൾഡ് രജിസ്റ്റർ. അതിന് കുറെ 8 ബിറ്റ് ഒക്കെ ഉണ്ട്. 8 ബിറ്റ് രജിസ്റ്റർ അതിൽ ചിലതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഒരു യൂണിവേഴ്സൽ, ഒരു ഗ്ലോബൽ എനേബിൾ EA എന്ന് പറഞ്ഞിട്ടൊരു പിന്നുണ്ട്. ബാക്കിയൊക്കെ ഓരോ ഇന്ററപ്റ്റിനെയും എനേബിൾ ചെയ്യുന്ന കുറെ പിൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓഫ് കോഴ്സ് എ ബിറ്റ് അഡ്രസ്സബിൾ. ഓരോ ബിറ്റും, അതായത് ഓരോ എനേബിളും നമുക്ക് എനേബിൾ ചെയ്യാം. എന്ത് ഉപയോഗിക്കുന്നു, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിനെ എനേബിൾ ചെയ്യാം, അങ്ങനെ ഓരോന്നിനെയും എനേബിൾ ചെയ്യാം. ഇറ്റ് ഈസ് ബിറ്റ് അഡ്രസ്സബിൾ ആണ്. അപ്പൊ അത് തെറ്റാണ്. യെസ്, ഇറ്റ് ഈസ് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ അല്ലെ. ഇറ്റ്സ് നോട്ട് എ 16-bit രജിസ്റ്റർ, ഇറ്റ്സ് an 8-bit രജിസ്റ്റർ. പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് അതിലല്ല. ഓക്കെ, സോ ദ ആൻസർ ഇസ് ബിറ്റ്. 14, the maximum input voltage and output voltage IC regulator. ഈ ICയുടെ പേരിൽ തന്നെ അതുണ്ട്. 7405 ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവില്ലേ. സോ ICയുടെ പേരിൽ തന്നെയുണ്ട്. ഈ 78 എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ 35 വരെ പോവാം. ഓക്കെ, 35 വരെ അതിന്റെ ഇൻപുട്ട് റെഗുലേഷൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 35 വോൾട്ട് വരെ നമ്മൾ ഇൻപുട്ട് കൊടുത്താലും അത് ഇറ്റ് വിൽ ഗിവ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഓഫ് 12 volt. So D is the answer. So which of the following is an active component that you know very clearly? And the real question ആണ്. It's a transistor is an active component because it need external power supply for its working. Bias ചെയ്യണം, അല്ലെങ്കിൽ transistor work ചെയ്യില്ല. These three are the supporting elements for active components to work as different circuits. And next is the phase difference between the input and output voltages of the common base transistor amplifier. നമുക്കറിയാം, ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോണോ പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് കോമൺ എമിറ്ററിലാണ് ഔട്ട്പുട്ടിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട് അല്ലെ. സോ അതല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോമൺ ബേസ് ആണ്. കോമൺ ബേസിന് ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ല. കോമൺ കളക്ടർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഫോളോവർ ആണ് അല്ലെ, അതിനും ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ല. നെക്സ്റ്റ് 17, the CMRR of 741 op-amp is approximately equal to. The CMRR of 741 op-amp is approximately equal to 90. എന്റെ ഡാറ്റ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. It's 90 dB. Okay, അത് നമ്മൾ പഠിക്കാം. Next is two amplifiers with voltage gains of 20 dB and 30 dB are cascaded.
അപ്പോൾ ആംപ്ലിഫയറുകൾ കാസ്കേഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഓരോന്നിനും ഓരോ ഗെയിൻ ഉണ്ട്. A1 8 അല്ലെ. നോർമലി നമ്മൾ എന്താ ചെയ്യാം, ഗെയിൻ ഇസ് ഈക്വൽ ടു A1 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യാം. പക്ഷെ ഇൻ DB എന്ത് ചെയ്യും, ഗെയിൻ ഗെറ്റ്സ് ആഡഡ്. ഓക്കെ, DBയില് ഗെയിൻ ഗെറ്റ്സ് ആഡഡ്. സോ ഇത് 20-ഉം 30 dB ആണ്. സോ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഇസ് ആഡ് ചെയ്യുന്നതാണ് 20 പ്ലസ് 30 ഇറ്റ് ഇസ് 50 dB. അത് DB സ്കെയിലിന്റെ ഒരു പ്രത്യേകതയാണ്. How many inputs and outputs does a full adder circuit have? Full adderന് 3 ഇൻപുട്ട് അല്ലെ, A, B, CIN, then 2 ഔട്ട്പുട്ട് S, സമ്മും carry out. Full adder. So it is 3 inputs and 2 outputs. B is the answer. Next is in a sequential circuit. ഒരു sequential circuitല് output at any instant of time depends on. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മെമ്മറി ഉണ്ട് അല്ലെ. മെമ്മറി ഉള്ള കാരണം ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പാസ്റ്റ് ഔട്ട്പുട്ട്സ് ആസ് വെൽ ആസ് പ്രസന്റ്. അതാണ് സീക്വൻഷ്യൽ. പക്ഷെ ബൈ കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസന്റ് ഇൻപുട്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ വിച്ച് ഹാസ് ബോത്ത് വോൾട്ടേജ് ആൻഡ് കറന്റ് ഗെയിൻ എസ്. നമ്മൾ യൂഷ്വലി ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. So we can have common emitter configuration. It has current gain and as well as voltage gain. Current gain is IC by IB, which is almost beta times R. It's a huge value. Voltage gain also is there. Next is it's 𝗔𝒂𝒏 in the instruction. In the instruction, move A comma at the rate RI. The register RI may be. നമുക്ക് രജിസ്റ്റർ RI ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ ആകെ 2 രജിസ്റ്റേഴ്സേ ഉള്ളൂ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ്സ് ദ രജിസ്റ്റേഴ്സ് ആർ R0 and R1 only. ആൻഡ് ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ആൻഡ് നെക്സ്റ്റ് ഇസ് എ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ മീൻസ് നമ്മുടെ ട്രാൻസിസ്റ്റർ നോർമൽ ട്രാൻസിസ്റ്റർ BJT അല്ലെ. അത് ഏത് സോഴ്സ് ആണ്? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സോഴ്സ്. അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് IB, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് IC അല്ലെ. സോ ഇൻപുട്ട് ഇസ് എ കറന്റ്, ഔട്ട്പുട്ട് ഇസ് ഓൾസോ എ കറന്റ്, ആൻഡ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ IC is equal to beta times IB. So the very clear, it's a current control current source. Okay, so which one of the following IC is a general purpose optocoupler? നമ്മൾ ചിലപ്പോൾ അത് അങ്ങനെ എല്ലാ IC-കളുടെ പേര് ഓർപ്പിക്കില്ല. പക്ഷെ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന IC ഇതൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. 555 IC, ടൈമർ ICs അല്ലെ, FM മോഡുലേഷൻ, ഡിമോഡുലേഷൻ ICs. പക്ഷെ ഇത് നമ്മൾ അധികം പരിചയമില്ല. സോ ഇത് തന്നെയാണ് ഒപ്റ്റോകപ്ലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു IC. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻ എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. റെസൊണൻസ് സർക്യൂട്ടിലാണ് RLC സർക്യൂട്ട്, ഇൻ എ സീരീസ് RLC സർക്യൂട്ട്. നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നു. A resonant frequency, at resonant frequency, the current through the capacitor is dash through the inductor. Resonant സംഭവിക്കുമ്പോ എന്താ, കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ, ഒരു ലോ വാല്യൂ റെസിസ്റ്റർ. അതിന്റെ രണ്ടിയുടെ ഇംപീഡൻസ് സെയിം ആയിരിക്കും, അത് ക്യാൻസൽ ചെയ്യും അല്ലെ. സോ ഈക്വൽ ആയിട്ടുള്ള ഒരു കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. വെരി ലോജിക്കലി പറയുന്ന ഒരു ലോജിക്കലി ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് think ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. Next is an ideal operational op-amp does not have. So you have to know the characteristics of ideal operational op-amp, which you know that it's op-amp in input ഒരു differential amplifier ആണ് അല്ലെ. So it has high voltage gain. That is ideal കേസിലാകുമ്പോൾ infinite voltage gain, infinite input impedance, infinite CMRR, infinite slew rate, and zero output resistance, സീറോ ഓഫ്സെറ്റ് വോൾട്ടേജ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ദിസ് ഇസ് നോട്ട് ദ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻഫിനിറ്റ് ഒന്നുമല്ല, ഇറ്റ് ഇസ് സീറോ ഔട്ട്പുട്ട് ഇംപീഡൻസ്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ്. ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത് ഒക്കെ ശരിയാണ്. നെക്സ്റ്റ് ഇസ് ദ ഇൻസ്ട്രക്ഷൻ
moves a comma a@𝑑𝒑𝒆 denotes ഇത് നമുക്ക് ഒരു external memory accessing വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് external code memory access ചെയ്യാൻ വേണ്ടിയിട്ട്. So for the effective use of memory we can use indexed addressing mode. എക്ക് ഒരു വാല്യൂ കൊടുത്തിട്ട് ആ വാല്യൂ ഇപ്പൊ പോയിന്റ് ചെയ്യുന്ന DPTR plus എയിലേക്ക് ആയിരിക്കും എന്നായിരിക്കും ഇവിടെ നിന്നുള്ള കണ്ടന്റ് ആണ് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. So it is indexed addressing mode. It comes under different addressing modes of 8085. Next is the common collector gain gamma of a bipolar junction transistor is 10. The value of its common base gain alpha will be alpha ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. The requirement is we have to know the relation between alpha and gamma, and it's very clear, and you get here 0.9. Okay, so C is the answer. And next is 29. It is which of the following is not related to the specifications of a capacitor? അപ്പോൾ ഒരു കപ്പാസിറ്റർ ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടാണ് കപ്പാസിറ്റർ വാങ്ങാൻ പോകുന്നത്? അതിന്റെ വാല്യൂ ഓഫ് കോഴ്സ് അല്ലെ, അതിന്റെ ടോളറൻസ് എത്ര വരെ ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് is also very important for a capacitor. പവർ റേറ്റിംഗ് അതിന്റെ ഒരു സ്പെസിഫിക്കേഷനിൽ വരുന്ന കാര്യമല്ല. ഓക്കെ, വോൾട്ടേജ് ആണ് നമ്മൾ നോക്കുക, പവർ അല്ല നോക്കുക. This is the answer. Yeah. Your next question is the figure shows below shows the circuit diagram of this is a 555 circuit designed using 555. It's a timer IC. നമുക്ക് 555 വെച്ചിട്ട് stable multivibrator ഉണ്ടാക്കാം, monostable multivibrator ഉണ്ടാക്കാം, bistable multivibrator ഉണ്ടാക്കാം അല്ലേ, ഡിഫറെന്റ് സർക്യൂട്ട്സ് ഉണ്ടാക്കാം, മോഡുലേറ്റർ ഉണ്ടാക്കാം, ഡിമോഡുലേറ്റർ ഉണ്ടാക്കാം, പല സർക്യൂട്ട്സ് ഉണ്ടാക്കാം. സോ ഇതിൽ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവും. സ്റ്റേബിൾ ആവാൻ വഴിയില്ല, കാരണം എന്താ, ഇവിടെ ഒരു ട്രിഗർ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ആണ്. ആൻഡ് ഇറ്റ് ബൈസ്റ്റേബിൾ ആവാൻ വഴിയില്ല, ബിക്കോസ് ഇറ്റ് നീഡ്സ് 2 times triggering. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. Monostable multivibrator, and B is the answer. Next is a program regarding AVR, and here it is LDI R16, FF out. It's given to DDRX register. DDRX means it defines the data direction register. Out എന്ന് പറയുമ്പോൾ ഈ അല്ല, ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ R16 വാല്യൂ DDRBയിലേക്ക് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ FF DDRBയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ B എന്നുള്ള ഒരു പോർട്ട് is assigned as output port. Okay, അവിടെ ആ FF-ന് പകരം 00 ആയിരുന്നെങ്കിൽ it will be assigned as input port. So here configure the port as output port. Easy answer. Next, a 2-bit parallel counter, and ഈ parallel counter is നമ്മുടെ എന്താണ് സാധാരണ അല്ലെ synchronous counter, and a 3-bit Johnson counter are cascaded. അപ്പൊ ഇതിൽ നമുക്ക് അറിയേണ്ടത് the modulus ആണ്. Modulus എന്ന് വെച്ചാൽ number of different states അല്ലെ, modulus എന്ന് വെച്ചാൽ the number of different distinguishable states ആണ്, number of different states. Okay, so ഇതിൽ cascade ചെയ്യുമ്പോൾ states gets multiplied. അപ്പൊ 2-bit parallel എത്ര സ്റ്റേറ്റ് ഉണ്ടാവും? 4 സ്റ്റേറ്റ് ഉണ്ടാവും അല്ലെ. ഈ 3-bit Johnson law, Johnson is also known as 2n counter. 3 ആണെങ്കിൽ അത് 6, n എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. സോ 6 സീക്വൻസസ് ഉണ്ട്, ആൻഡ് ദ ടോട്ടൽ ഇസ് 4 into 6, that's 20. Okay. And next is the speed control of DC motor through the interfacing of 8051 can be accomplished with. And of course, you know, DC motor control ചെയ്യാൻ നമുക്ക് either അതിന്റെ ഫീൽഡ് കറന്റോ വോൾട്ടേജോ അല്ലെ ആർമേച്ചർ വോൾട്ടേജ് എന്തെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി, ജനറൽ കേസ്. ബട്ട് വി ആർ നൗ ഇന്റർഫേസിംഗ് ഇറ്റ് വിത്ത് 8051. അപ്പൊ 8051 നമ്മൾ പ്രോഗ്രാം ചെയ്തതിന്റെ ഔട്ട്പുട്ട് അല്ലേ സീക്വൻസ് 1 or 0യുടെ സീക്വൻസിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതില് പലതും ഉപയോഗിക്കും, പക്ഷെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് PW ആണ്.
ഇത് key നോക്കാം. This is PW. Most probably it is PW. Okay. And 34. The PLL can be used for. PLL നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? ഫ്രീക്വൻസി, അതായത് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ് അതിന്റെ അകത്ത് അല്ലെ. അത് PLL-നെ നമുക്ക് ഫ്രീക്വൻസി ഡിവിഷൻ ആയിട്ട് ഉപയോഗിക്കാം, ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം, ഡിമോഡുലേഷൻ ഉപയോഗിക്കാം, PLL-IC. So it is all of the above. Next is question number 35. Which of the following have large code size and less execution time? It's regarding the software applications. And while writing assembly language program, we use and the macros and subroutines. അല്ലെ, രണ്ടും എന്താണ്, ഓരോ ചെറിയ ചെറിയ പോർഷൻസ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ കോൾ ചെയ്യാം, അത് എക്സിക്യൂട്ട്, എത്ര നമ്പർ വേണമെങ്കിലും ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്യും, അത് റൺ ചെയ്യും. പക്ഷെ ഇതിൽ ഈ ലാർജ് കോഡും ലെസ് എക്സിക്യൂഷൻ ടൈം ഉള്ളത് മാക്രോയ്ക്കാണ്. ഇത് മാക്രോ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്തിരിക്കും, കാരണം നമ്മൾ തുടക്കുമ്പോൾ ആണ് ഈ മാക്രോ കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മുടെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതവിടെ ഇങ്ങനെ റീഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. സോ ഇറ്റ് ഇസ് macro is the answer. It is 35B is the answer. The CMRR of an operational amplifier should be, it comes under the ideal characteristics of op-amp. CMRR should be unity alla, close to zero alla, small alla, is large as possible. What is CMRR? Common mode rejection ratio is the ability of the amplifier to reject the common mode signal. And 37, it's a general question. And we normally alla exams nu varuna oru question aanu. Okay. It is just a equation മാത്രം R is equal to ρl by A. Resistance, a basic equation ആണ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഒക്കെ ഇടാം അല്ലെ. Here it is told that a material with resistivity rho തന്നെയാണ് തന്നിരിക്കുന്നത്. Has a length of 1 meter, L is 1, and area of cross section is 1 meter square. So resistance is equal to rho into 1 by 1, which is rho O. Yes, A is the answer. Okay, next is 38. If the length and radius of a resistive material are doubled, ഇങ്ങനത്തെയും നമുക്ക് നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ച് തന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട്. Okay, and we have here the general rho is equal to R is equal to rho L by A അല്ലെ. പിന്നെ തന്നിരിക്കുന്നത് റെസിസ്റ്റിവിറ്റിയുടെ കാര്യമാണ്. ഇതിന് റെസിസ്റ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ is equal to RA by L അല്ലെ. നമ്മളോട് തന്നിരിക്കുന്നത് ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് എ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഇസ് ഡബിൾഡ്. നമുക്ക് എനെ πr² എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഡബിൾ ചെയ്യുമ്പോ ഇത് ഡബിൾ ചെയ്യാന്ന് വെച്ചത് എന്താവും? റേഡിയസ് ഡബിൾ ചെയ്യാന്ന് വെച്ചാൽ 4r² ആവും അല്ലെ. ഇതിനെ സ്ക്വയർ ചെയ്യാം, 4r raised to 4 ആവും. സ്ക്വയർ ചെയ്യുന്നു 2r. അപ്പൊ r². ഓക്കെ, അപ്പൊ 2r-നെ നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പൊ 4r² ആണ്. സോറി, 4r². So it is then you are told that the radius is doubled and length is also doubled. L-ഉം 2L ആക്കി. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ r-യുടെ സ്ഥലത്ത് എന്ത് വരും? So R is equal to rho. റോയ്ക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ റോ അങ്ങനെ തന്നെ വെച്ചു, 2L വെച്ചു. ഇതിന്റെ താഴെ πr²ന്റെ സ്ഥലത്ത് 4πr² വെച്ചു അല്ലെ. സോ ഇറ്റ് ഇസ് 2i. അപ്പൊ നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്തായിരുന്നു? റോ L by πr². ഇതിന്ന് എന്ത് മാറ്റാണ് ഇതിൽ വന്നത്? ഹാഫ് ആയി അല്ലെ. താഴെ 1/2 ആയില്ലേ. സോ റെസിസ്റ്റൻസ് ഇസ് ഹാഫ്. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, റെസിസ്റ്റൻസ് ഹാഫ് ആയിട്ട്. ഇനി നമ്മൾ റെസിസ്റ്റിവിറ്റി നോക്കണം. റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു നമ്മുടെ നോർമൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് πr² by L ആണ്. ഇതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോ എന്ത് വരുന്നു നോക്കാം. അപ്പോ R
ചേഞ്ച് ചെയ്യുമ്പോൾ 4r²/2l അല്ലേ? So the 2. So it becomes 2r 𝜋r²/l. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്ന ഫാക്ടർ ആണ് കൂടിയത്. So it is resistivity is doubled. Okay, resistivity is doubled and resistance is reduced by a factor 2. So the answer is B. അത് നമുക്കൊരു കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് നമുക്കറിയാം, പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കണം. Okay, and next is the 39th question. How many select lines are contained in a multiplexer with 2k inputs and 1 output? Okay, ഒരു multiplexer ഉണ്ട്, അതിൽ എത്ര ഇൻപുട്സ് ഉണ്ട്? 2n ആണ് ഇൻപുട്സ്, which is 2048. So എത്ര സെലക്ട് ലൈൻസ് ഉണ്ടാവും? n സെലക്ട് ലൈൻസ് ഉണ്ടാവും and 1 ഔട്ട്പുട്ട് ലൈൻ അല്ലേ? So you have to find A. A is nothing but 211 is 2048. So n is equal to 11. അപ്പൊ ഇത് ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട് 11 ലൈൻസ് വേണം. And next is a transformer cannot raise or lower the DC voltage. ട്രാൻസ്ഫോമറിന് ഒരിക്കലും DC വോൾട്ടേജിൽ പെരുമാറാൻ കഴിയില്ല. എന്താ കാരണം? ട്രാൻസ്ഫോമർ കപ്ലിംഗ് ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കുന്നത് തന്നെ ഫ്ലക്സ് ലിങ്കേജസിന്റെ ചേഞ്ചസ് കാരണമാണ് അല്ലെ? ഒരു DC വോൾട്ടേജിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ Faraday's laws of electromagnetic induction is not valid since the rate of change of flux is 0. അതാണ് ആൻസർ. Next is 41. In a series resonance circuit at resonant frequency, the current and voltage are. Resonant circuits at resonant frequency. At resonance frequency എന്ന് വെച്ചാൽ R ആണ് കൺട്രോൾ. R മാത്രമേ ഉള്ളൂ അല്ലെ? XCയും XLും ക്യാൻസൽ ആയി പോയി. അപ്പൊ വോൾട്ടേജും കറണ്ടും ത്രൂ RS ഒരു റെസിസ്റ്റർ കൂടെ I ആണെങ്കിൽ it is voltage is also in phase. അല്ലെ? Next is it's a general common sense ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. റെസൊണൻസ് സർക്യൂട്ട് ആവണമെന്നില്ല, പക്ഷെ we should know at resonance only resistor ആണ് അവിടെ വരുന്നത് എന്നുള്ളത്. Low value resistor. A resistor with the 4-band color code of brown, black, red. That's a range of values. അപ്പൊ ഇതൊരു 4-band color coding system ആണ്. ഈ 4-band color coding systemത്തിൽ അറിയാലോ, ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, മൾട്ടിപ്ലയർ, ടോളറൻസ് വാല്യൂ. റെഡ് ആണ് നോർമലി നമ്മൾ കണ്ടിട്ടില്ല, സിൽവറോ ഗോൾഡ് അങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. ഈ ക്വസ്റ്റ്യനിൽ അതിന്റെ ടോളറൻസ് വാല്യൂ തരും. റെഡിന് ടോളറൻസ് വാല്യൂ എന്ന് പറയുന്നത് +or-2% കേട്ടോ, 2%. സോ ബ്രൗൺ, ബ്ലാക്ക്, it is 10. So 10 O +or-2 O. So it is 10 into 2 +or-2 ohm ആണ് കേട്ടോ changes. Sorry, it is 2% +or-2%. Because it is 0.2 വേരിയേഷൻ അല്ലെ? റേഞ്ച് എന്ന് പറയുന്നത് 0.2 ohm ആയിരിക്കും. That is 9.8 to 10.2. അല്ലെ? So A is the answer. And the 43rd question is, the number of D flip-flops required to implement a mode 6 Johnson counter. Mode 6 Johnson counter എന്ന് വെച്ചാൽ അതായത് 2n ആണ് 6. So n is equal to number of flip-flops is equal to 2, which is equal to 3. So B is the answer. Okay. Next is 44. Which of the following is a polarized capacitor? Polarized capacitor എന്ന് വെച്ചാൽ അതിന് പ്ലസും മൈനസ് ഒക്കെ ഉണ്ടാവണം. So
സെറാമിക് ഒക്കെ കുഞ്ഞ കപ്പാസിറ്റേഴ്സ് ഒക്കെ അല്ലെ. മൈക്ക് ആയാലും നിങ്ങൾക്ക് ഒരു ബോക്സ് പോലത്തെ ഒരു കപ്പാസിറ്റർ, പേപ്പർ ആയാലും അങ്ങനെ തന്നെയാണ്. ബട്ട് ഇലക്ട്രോളിറ്റിക്കിന് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ കാലം ഒരു വലിയ കാലൊക്കെ ആയിട്ട് ഒരു ഇലക്ട്രോളിറ്റിക്കിന് പൊളാരിറ്റി ഉണ്ട് അതിന്. സോ next is 45. The upper cutoff frequency of an RC coupled amplifier is mainly due to അത് നോർമലി നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് അല്ലെ. ഇത് 3 dB, ഇത് upper cutoff frequency, ഇത് lower cutoff frequency, and it's nothing but upper cutoff frequency ലോഡ് സൈഡിലുള്ള കപ്പാസിറ്റർ കാരണം ഈ ലോവർ കട്ട് ഓഫ് ഇൻപുട്ടിലുള്ളതാണ്. സോ ഇറ്റ് ഇസ് ലോഡ് സൈഡ്. ഇതാണ്. നെക്സ്റ്റ് ഇസ് ദ ഗ്രേ കോഡ് കറസ്പോണ്ടിങ് ടു ദി ബൈനറി നമ്പേഴ്സ്. ഒരു ബൈനറി നമ്പർ തന്നാൽ അത് ഗ്രേ കോഡിലേക്ക് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 1 1 1 1 അല്ലെ. ജസ്റ്റ് റൈറ്റ് ദിസ് ആൻഡ് ഇതേ പ്ലസ് ഇത് ചെയ്യാം. അല്ലെങ്കിൽ എക്സോർ ചെയ്താലും മതി, എക്സോർ ചെയ്താലും മതി. 0 0 ഇത് നമ്മൾ എക്സോർ ചെയ്യാം. 0 C. Next is the tolerance of a resistor with 3-band color code is a 3-band color code ulla oru resistor type. Okay. Adile first value pinne multiplier pinne ullathu tolerance aanu. Alla first value pinne second value pinne multiplier. Tolerance is a fixed value and it is plus or minus 20%. So C. And next is in a series resonance circuit with quality factor. Appo Q തന്നിട്ടുണ്ട് നമുക്ക് 10 and the bandwidth is 100 kilohertz. Resonant frequency F0 ആണ് കണ്ടുപിടിക്കേണ്ടത്. And we have the expression of Q is equal to F0 by bandwidth. And F0 is equal to Q into bandwidth, which is 10 into okay. And master slave configuration is used in flip-flops. You know, JK flip-flop ലാണ് സാധാരണ നമ്മൾ master slave implement ചെയ്യുന്നത്. It might be used for rectifying some of the problems raised in JK flip-flop. But JK flip-flopന്റെ problem എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന 1-1 കണ്ടീഷനിൽ റീസറൗണ്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എക്സിസ്റ്റിംഗ്, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോക്കിന്റെ ആ ഒരു സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് first master works and then slave works. Eliminate resound condition. Next is which of the following statements is correct for interrupt priorities in 8051? Interrupt priority set ചെയ്യുന്നത്. A high priority interrupt can interrupt a low priority interrupt. Of course, it's right. All interrupts are latched internally. Yes. Low priority interrupt wait, finish the service of the night. So all of the above one answer. Answer is next is 50. This for a good differentiator. Suppose നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് നല്ലൊരു ഡിഫറൻഷിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ the time constant RC should be very 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 less than the time period of the input wave. അല്ലേ? അത് മാത്രമല്ല അവിടുത്തെ XC, that impedance of the capacitor should be 10 times more than the larger 10 times greater than the resistance. So ഇത് രണ്ടും ഓക്കെ ആണ്. So C is the answer. എന്നാൽ മാത്രമേ ഒരു നല്ലൊരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ നല്ലൊരു സ്പൈക്ക് കിട്ടി നല്ലൊരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെ. Next is if a signal passes through an integrator, the amplitude of noise signal is. അപ്പൊ ഇന്റഗ്രേറ്റർ എന്ന് പറയണത് ഓൾമോസ്റ്റ് ഒരു ശരിക്കും ഇന്റഗ്രേറ്റർ എന്ന് പറയണത് ഒരു സിയും ഒരു ആറും അല്ലെ. ഇറ്റ് ആക്ട്സ് ആസ് എ ഫിൽറ്റർ. ഇറ്റ്സ് നോർമലി എ ലോ പാസ് ഫിൽറ്റർ ആണ്. അപ്പൊ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നോയ്സസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നോയ്സസ് റെഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ ഫിൽറ്റർ ആയിട്ട് അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ
it works as a filter also, so noise gets reduced. നമ്മൾ അങ്ങനെ ഓർത്താൽ മതി. ഇന്റഗ്രേറ്റർ എന്നുള്ളത് ഇന്റഗ്രേറ്റർ ഫംഗ്ഷൻ മാത്രം ഓർക്കാതെ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലായിരിക്കും ഇന്റഗ്രേറ്റർ, അതായത് RC ഷുഡ് ബി വെരി വെരി ഗ്രേറ്റർ ദാൻ T ടൈം പീരിയഡ് ഓഫ് ദി സിഗ്നൽ, അപ്പോഴാണ് അതൊരു ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് അതിനൊരു low pass filter ആയിട്ട് വർക്ക് ചെയ്യാം. So it eliminates the noises. The Hartley oscillator is commonly used in ഒരു Hartley oscillator എന്ന് പറയുന്നത് ഇൻഡക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ്ബാക്കിൽ കൊടുക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണ്. കിലോ ഹെർട്സ് റേഞ്ചിൽ, അത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചസിൽ. സോ ഇറ്റ് ഇസ് നോർമലി യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ്. അത് ഓർത്താൽ മതി. ഹാർട്ട്ലി ഓസിലേറ്റർ റേഡിയോ ഫ്രീക്വൻസി, അപ്പൊ റേഡിയോ റിസീവേഴ്സിൽ ഉപയോഗിക്കും. And next is, which of the following is a condition for oscillation? You should know the Barkhausen criteria. Barkhausen criteria ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലേ? That is A beta should be equal to 1. No phase change. അതായത് 0 അല്ലെങ്കിൽ 180 360 phase ആണ്. Around. No. Yes. C is the answer. C ആണ് answer. Okay. Next is 55. The modulation index of FM is given by the modulation index of FM. എന്താണ്? Frequency deviation divided by modulating frequency. അല്ലേ? Change in frequency divided by modulating frequency ആണ് del F by FM. Del F by FM. That's modulation index എന്ന് പറയുന്നത് formula. So it's the ratio of deviation frequency to modulating frequency. Which modulator is used for generating DSPSC signal? അതായത് double sided band ആണ്. നമുക്ക് ഇതില് മോഡുലേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഡബിൾ സൈഡഡ് കാരിയർ സിഗ്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ബാലൻസ്ഡ് മോഡുലേറ്റർ ഉപയോഗിക്കും, റിംഗ് ഉപയോഗിക്കും. റിംഗ് മോഡുലേറ്റേഴ്സ് ഓൾസോ യൂസ്ഡ്, ബാലൻസ്ഡ് മോഡുലേറ്റേഴ്സ് ഓൾസോ യൂസ്ഡ്. സോ ഇതിൽ തന്നിരിക്കുന്നത് ബാലൻസ്ഡ് ആണ്. സോ ബി ഈസ് ദി ആൻസർ. Then which of the following modulation techniques is having lowest bandwidth? അപ്പോ ലോവസ്റ്റ് ബാൻഡ് വിഡ്ത്ത് ഏതിനാണ്? നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്നത് ഡബിൾ സൈഡഡ് ഉണ്ട് അല്ലെ? ഡബിൾ സൈഡഡിൽ നമ്മൾ സപ്രസ് ചെയ്യും, സൈഡ് ബാൻഡ്സിനെ സപ്രസ് ചെയ്ത് ഇതാക്കും. 2 FM ആണ് നമുക്ക് ഡബിൾ സൈഡഡ് ബാൻഡിൽ എപ്പോഴും 2 FM ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് FM മതി. സോ ഇറ്റ് ഇസ് സിംഗിൾ സൈഡ്. സാധാരണ ഇതൊരു മോഡുലേറ്റിംഗ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരുന്നതാണ് SSPSC അല്ലേ? സോ അതിന് ബാൻഡ് കുറവ് മതി. 58. Which of the following is not an advantage of FM over AM? അപ്പൊ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് ലിസ്റ്റും കാര്യങ്ങളും പഠിച്ചു വെക്കുക. നമുക്ക് FM-ന് ഒരുപാട് ബാൻഡ് വിഡ്ത്ത് വേണം അല്ലെ? അത് ഇത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. This one is the answer. Next is 59. Versatile sideband modulation is used for. It's normally used for TV broadcasting. Versatile. കേൾക്കുമ്പോൾ തന്നെ TV. Okay. Next is 60. In an AM wave, useful power is carried by. AM വേവില് വേവിന്റെ കാര്യത്തില് കാരിയർ സിഗ്നലിലാണ് ശരിക്കും പവർ ക്യാരി ചെയ്യുന്നത്. അതാണ് FM-ഉം AM-ഉം തമ്മിലുള്ള വ്യത്യാസം അല്ലെ? FM-ല് അപ്പൊ ഈ കാരിയർ അല്ലല്ലോ നമ്മള് സിഗ്നൽ അല്ലേ കൊണ്ടുപോണത്, സിഗ്നലല്ലേ ഇൻഫോർമേഷൻ ഉള്ളത്. അപ്പൊ സൈഡ് ബാൻഡ്സിൽ കുറച്ച് ഒരു 33% ഉണ്ടാവും. ആൻഡ് ഇതില് കരിയറിൽ ഒരു 50% ഉണ്ടാവും. അപ്പൊ ബോത്ത് ഇതാണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം രണ്ടിലും ഇൻഫോർമേഷൻസ് ഉണ്ട്. പക്ഷെ ഇവര് മോർ ഇൻഫോർമേഷൻ ഇതിലാണ് എന്ന് ഉദ്ദേശിക്കണ്ടോ എന്നറിയില്ല.
സോ എന്തായാലും ഇതിൽ 50%, ഇതിൽ 33% നമ്മുടെ പവർ. അപ്പൊ ഇവിടെ പവർ ലോസ് നടക്കുന്നുണ്ട്. ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജ് ഓഫ് AM ദാൻ FM. Next is overmodulation occurs in AM when signal amplitude is. So, overmodulation എന്ന് പറയുമ്പോൾ it is greater ആവുമ്പോഴാണ്. അതായത് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് കാരിയർ ആംപ്ലിറ്റ്യൂഡിനെക്കാളും. എന്താണ് മോഡുലേഷൻ എന്ന് പറയുന്നത്? കാരിയറുടെ ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇൻഫോർമേഷൻ സിഗ്നൽ, അല്ലെ മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കുമ്പോൾ it creates overmodulation. Then the ratio is greater than 1. Modulation ratio is greater than 1. അതുകൊണ്ടാണ് it occurs overmodulation. And next is 62. The amount of frequency deviation in FM signal depends on frequency deviation in FM signal. എന്തിനനുസരിച്ചായിരിക്കണേ? Directly proportional to the amplitude of the frequencies, like modulating signal. Adana FM modulation എന്ന് പറയുന്നത്. Frequency of the signal, carrier signal varies according to the amplitude of the modulating signal. And confusions ഒന്നുമില്ലല്ലോ. Next is a crystal oscillator. നമ്മൾ നോർമലി നമ്മുടെ എന്താണ് മ്യൂസി, MC, മ്യൂസി, മൈക്രോ പ്രോസസറിനൊക്കെ കൊടുക്കുന്നത് ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സസ്റ്റെയിൻ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി മാറുന്നില്ല, അല്ലെ? പ്രോസസറിന് ക്ലോക്ക് ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി മാറാൻ പാടില്ല. നെക്സ്റ്റ് 64. Which of the following uses a split tank capacitor? ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണ്. ഹാർട്ട്ലി നമ്മൾ കണ്ടുല്ലേ, ഹാർട്ട്ലി നേരത്തെ പറയും ചെയ്തു. കോയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ടാങ്ക് കപ്പാസിറ്റർ സ്പ്ലിറ്റ് ചെയ്യുന്നത് കോൾപിറ്റിലാണ്. കപ്പാസിറ്റർ സ്പ്ലിറ്റ് ചെയ്ത് അതാണ് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നത്, കോൾപിറ്റ് ഓസിലേറ്റർ. ഓക്കെ, ഹാർട്ട്ലിയിൽ കോയിലും കോൾപിറ്റിൽ കപ്പാസിറ്റർ. C ഫോർ കപ്പാസിറ്റർ, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ അടുത്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരെണ്ണം കൃത്യമായിട്ട് പഠിക്കാം, ബാക്കി അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് number of RC network required to be cascaded in RC phase shift oscillator. RC phase shift oscillator number of RC network required. Okay, ഇത് common emitter configuration ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? It is 180 degree out of phase ആണ്. That is output is 180 degree out of phase. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3 RC നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. And which has each has 60 degree. സോ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അത് 180 ഡിഗ്രി വീണ്ടും തിരിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ എത്രണ്ണം? 3. നെക്സ്റ്റ് ഇസ് ദി പീസോഇലക്ട്രിക് എഫക്ട് ഇൻ എ ക്രിസ്റ്റൽ ഇസ്. അപ്പൊ പീസോഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ദ ക്രിസ്റ്റൽ സോൾട്ട് ക്രിസ്റ്റൽ, അല്ലെ? അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് എന്താണ് ദ piezoelectric effect in a crystal? ക്രിസ്റ്റലിന്റെ ഡിഫോർമേഷൻ നടക്കുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ തിരിച്ചു നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിന് ഡിഫോർമേഷൻ സംഭവിക്കും. ഇറ്റ്സ് എൻ ആക്റ്റീവ് എലമെന്റ്, ഒരു ആക്റ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, കാരണം ഇത് സെൽഫ് ജനറേറ്റിംഗ് ഇസ് ഓൾസോ സെൽഫ് ജനറേറ്റിംഗ് എലമെന്റ് കൂടിയാണ്. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് വോൾട്ടേജ്. അതായത് നമ്മള് എന്താണ് നമ്മൾ ഷൂവിന്റെ അടിയിൽ പീസോഇലക്ട്രിക് എലമെന്റ് വെച്ചിട്ട് നമ്മൾ ഓടുമ്പോൾ ഡിഫോർമേഷൻ സംഭവിച്ച് മൊബൈൽ ചാർജ് ചെയ്യാൻ പ്രോജക്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടില്ലേ? അതാണിത്. സോ ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഉള്ളത്, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഇല്ല. വോൾട്ടേജ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, അപ്പൊ അതിന്റെ ഷേപ്പിനോ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ അതിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്മളൊരു സാധനത്തിൽ അമർത്തി കഴിഞ്ഞാൽ അത് അതിന്റെ ഡിഫോർമേഷൻ സംഭവിക്കില്ലേ? അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ എഡ്ജില് 2 എഡ്ജസിലായിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ആ വോൾട്ടേജ് നമുക്ക് സ്റ്റോർ ചെയ്ത് പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ്
Next is dash is a square wave generator. എന്താണ് നേരത്തെ പറഞ്ഞല്ലേ സ്റ്റേബിൾ മാറ്റി വൈബ്രേറ്റർ സ്ക്വയർ വേവ് ജനറേറ്റർ അല്ലേ. നമുക്ക് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നും കൊടുക്കാതെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. The most suitable circuit to generate 1 kHz signal is nothing but its Wien-Bridge oscillator. നമ്മൾ പക്ക ഒരു 1 kHz ആ ഒരു റേഞ്ച് വളരെ ലോ ഫ്രീക്വൻസി റേഞ്ചസ് ഉണ്ടാക്കാനുള്ള ഒരു ഓസിലേറ്റർ ആണ് Wien-Bridge oscillator. Okay. Next is indicate the false statement. Modulation is used to. Modulation is used. നമ്മുടെ advantages of modulation or what's the use of modulation? Why modulations are being used in communication systems? നമ്മളിത് പല കാര്യങ്ങൾക്കും അതായത് ആന്റിനയുടെ സൈസ്, അതുപോലെ നമ്മുടെ സിഗ്നലിനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ക്യാരി ചെയ്യണം, സിഗ്നൽ മിക്സ് ആവാൻ പാടില്ല, ആ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫസ്റ്റ് നമുക്കത് അത്രയ്ക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടില്ല. Next is the modulation index of an AM wave is changed from 0 to 1. അപ്പോ M എന്ന് പറയുന്നത് 0 to 1ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. The transmitted power is. അപ്പൊ നമുക്ക് പവറും മോഡുലേഷൻ ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ കിട്ടണം അല്ലെ. പവറും മോഡുലേഷൻ ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ. And you know that modulation index is equal to AM by AC, carrier amplitude divided. And we can write PT is equal to PC into 1 plus M square by അല്ലെ. അപ്പൊ 1ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താന്ന് കിട്ടാൻ നോക്കാം. നമുക്ക് M is equal to 0 ആവുമ്പോ PT is equal to PC ആവും അല്ലെ. M is equal to 1 ആവുമ്പോ എന്താന്ന് നോക്കാം. And P is equal to 3/2 PCM. And നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസ് ഇൻ പവർ ആണ്. എത്ര പവർ 0 to 1ലേക്ക് മാറുമ്പോൾ എത്ര പവർ ഇൻക്രീസ് ആയി. സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ്സ് എറർ ചേഞ്ച് എടുക്കണം. ചേഞ്ച് ഇസ് ഇക്വൽ ടു മൈനസ് PTU ഡിവൈഡഡ് ബൈ PTU into percentage. എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ. സോ ഇറ്റ് ഇസ് 3/2 PC minus PC by PC into 100, which is nothing but 1/2 into 100, it's nothing but 50%. So increased by 50%. B is the okay. ഇനിയുള്ളത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. IF അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. FM receiver using the standard 108 to 108 megahertz use IF signal of 10 points. Standard value, you have to memorize it. Next is dash of a receiver is its ability to produce the exact replica of the transmitted signal at the receiver output. It's nothing but it's known as the fidelity of the system receiver. Okay. എന്നുവെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് റെപ്ലിക്ക നമ്മൾ സെൻഡ് ചെയ്ത സിഗ്നലിന്റെ അതേ റെപ്ലിക്ക എടുക്കാം. Next is also a block while in a communication system. Pre-emphasis is in FM system involves pre-emphasis എന്ന് പറയുന്നത് എന്താ amplification of higher frequency components of the modulating signal. അല്ല അതൊരു high pass filter ആയിട്ടാണ്. So it's nothing but this amplification of high frequency components of the modulating signal. Okay. And next is which oscillator is used as a local oscillator in radio receiver? ഏതാണ്? Hartley. നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ്. Next is the image frequency rejection becomes poor when the intermediate frequency is. അപ്പോൾ നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി അത് ഹൈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ബാക്കിയുള്ളത് ലോ ഫ്രീക്വൻസി ആവുമ്പോഴാണ് ഇത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി റിജക്ഷൻ ലോ. സോ A is the answer. കൂടിക്കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നെക്സ്റ്റ് ഇസ് അബൌട്ട് CRO. Dual trace CRO uses. Dual trace ആണ്
എത്ര ബീം ഉപയോഗിക്കുന്നു അല്ലെ? ഇലക്ട്രോൺ ഗൺ. ഇറ്റ് യൂസസ് 1 beam. 1 beam വെച്ചിട്ട് 2 സിഗ്നൽ, 2 ട്രേസ് ഉണ്ടാക്കിയിട്ട് 2 സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ്. Next is also about display device, which is measuring and display device, which is DSO. DSO, the AD converters are usually നമ്മൾ DSOയില് ഫ്ലാഷ് ഉപയോഗിക്കും കേട്ടോ. ഫ്ലാഷ് ഉപയോഗിക്കും. നോർമലി കൂടുതൽ ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡി തന്നെയാണ് ആൻസർ, പക്ഷെ ഫ്ലാഷ് ഉപയോഗിക്കും. കൂടുതൽ ഉപയോഗിക്കുന്നത് സക്സസീവ് ആണ്. Next is which amplifier is used in an electronic multimeter? ഒരു ഇലക്ട്രോണിക് മൾട്ടിമീറ്ററിന്റെ ഉള്ളിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വൈഡ് ബാൻഡ്. Next is about the display of a digital voltmeter. Display എന്ന് പറയുന്നത് 3.5 ആണ്. 3.5 എന്ന് പറയുമ്പോൾ 3 ഇതും ഒരു ഹാഫ് അല്ലെ? ഇത് ഈ ഹാഫില് this is half and this is 3. ഹാഫില് 0 or 1 പറ്റും. That is the MSB. And here ഇതെന്ന് വെച്ചാൽ 0 to 9. Okay. 10 ഒന്നും പറ്റില്ല. Just 0 or 1 ആണ്. Most significant is 0. Next is a moving iron instrument can be used for measuring both AC and DC. Moving coil ആണെങ്കിൽ DC മാത്രമേ പറ്റുള്ളൂ. Comes under measurement technique. And next is the binary waveform used to generate BPSK. Binary BPSK signals encoded in ഒരു ബൈപോളാർ ഇതാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൾസ് അല്ലെ ജനറേറ്റ് ചെയ്യുന്നത്. നോൺ റിട്ടേൺ ടു സീറോ കോഡിംഗ് മെത്തേഡ്. അങ്ങനെ പൾസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് ബൈപോളാർ. അത് ഹൈയും ലോയും ഒക്കെ ആയിട്ട് ജനറേറ്റ്. QPSK systems use a phase shift of, it's also a common question, it's 5/2. Next is the technique used to reduce the sideband power is. Sideband power is Gaussian-Linear shift keying method. It's also a common question. GMSK ഒരു പ്രത്യേകതയാണത് സൈഡ് ബാൻഡിന്റെ പവർ റെഡ്യൂസ് ചെയ്ത്. നെക്സ്റ്റ് ഇൻ BFSK mark and space respectively represent. മാർക്ക് എന്ന് പറയുന്നത് 1 സ്പേസ് എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ഡാറ്റയ്ക്ക് മുമ്പ് ശേഷവും കൊടുക്കുന്ന 2 ബിറ്റുകളിലെ അത് തന്നെയാണ്. ബൈനറി ആയതുകൊണ്ട് നമുക്ക് മാർക്ക് 1 സ്പേസ് 0. ആൻസർ. നെക്സ്റ്റ് ഇൻ PCM നോയ്സ് ഇസ് മെഷേർഡ്. നോയ്സ് എപ്പോഴും നമ്മൾ ഡെസിബൽ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. whichever may be the technique used. The smallest change in a measured variable to change in an instrument would respond to resolution. അല്ലെ ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് റെസൊല്യൂഷൻ. Next is a moving coil galvanometer is made into a DC ammeter by connecting DC ammeter. അല്ലെ ഒരു ഗാൽവനോമീറ്ററിനെ ഒരു ഷണ്ട് റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യണം. RSH ആണ് ഒരു അമ്മീറ്റർ ഉണ്ടാക്കുന്നത്. ലോ റെസിസ്റ്റൻസ് അക്രോസ് ദി needle. Low resistance across the needle. Okay. A multimeter is used for the measurement of the following. നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ? എന്നാലും ഇടയ്ക്കൊന്ന് കൺഫ്യൂഷൻ ആവും. അതാണ് നമ്മുടെ പ്രശ്നം. AC/DC, both AC/DC, കറന്റ് വോൾട്ടേജ്, കറന്റ് റെസിസ്റ്റൻസ്. ഫ്രീക്വൻസി മെഷർ ചെയ്തായിട്ട് ഇല്ല അല്ലെ? പവറും ഫ്രീക്വൻസിയും ഒന്നുമില്ല. സോ ഇറ്റ് ഇസ് 1, 2 and 3. B is the answer. So the input impedance of a CRO is നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. It is 1 MHz. അതുപോലെ ഉള്ളില്
എത്ര ഫ്രീക്വൻസി വരെയാണത് യൂസ് ചെയ്യുന്നത്? ഉള്ളിൽ അത് 10 MHz വരെയുള്ള ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് ഈ സിഗ്നലിലെ കാത്തോഡ് റേ ആ ട്യൂബിന്റെ അവിടെ വരെ കൊണ്ടെത്തിക്കുന്നത് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി CRT, the highest positive potential is given to. CRT-യിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കും, പോസിറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കും. പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആനോഡിലേക്കാണ്, അത് പോസ്റ്റ് ഡിഫ്ലക്ഷൻ ആക്സിലറേഷൻ. ഈ ആനോഡിലേക്ക് ഈ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴാണ് ആ ഇലക്ട്രോൺസ് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് നേരെ ഒരു വഴി കൂടെ പോകുന്നത്. CRT-യിൽ ഹിറ്റ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട്. Which of the following blocks is not common in both AM and FM receivers? നമുക്ക് ഇതിൽ കാണുമ്പോൾ RF ആംപ്ലിഫയർ, മിക്സർ, IF ഇതിലെല്ലാം ഉണ്ട് അല്ലെ. സ്ലോപ്പ് ഡിറ്റക്ടർ ആണ് ഇതിൽ കോമൺ ആയിട്ട് ഇല്ലാത്തത്. Which of the following statement is incorrect? Noise has the greatest effect in a communication system when it interfaces with the signal. എവിടെയാണ് ഇന്റർഫേസ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത്? ചാനലില് അല്ലെ. കാരണം ചാനലിൽ കൂടെ കടന്നു പോയാൽ അത് ആ ട്രാൻസ്മിറ്ററിന്റെ അവിടെ എത്തും, അതായത് സിഗ്നലിലേക്ക് എത്തും അല്ലെ. അപ്പൊ അത് റിസീവ് ചെയ്യുമ്പോൾ ആകെ പ്രശ്നമായിരിക്കും, നോയ്സും കൂടി കടന്നു വന്നായിരുന്നു. Next is an AM super heterodyne receiver with IF this one is tuned to the carrier frequency of this one, the image frequency. അപ്പോ image frequency യുടെ equation അറിയാലോ, fs plus or minus 2f1 അല്ലെ. So it is so 1000 plus or minus 2 into. So it is 910 plus 19. And next is 94. Which of the following are the advantages of FM broadcasting over AM broadcasting? FM-ന് ഉള്ള അഡ്വാൻറ്റേജ് എന്താ? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അല്ലെ, പവർ എഫിഷ്യൻസി സുപ്പീരിയർ, ഡിമോഡുലേഷൻ സിംപ്ലർ. അല്ല, ഡിമോഡുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് യു ഹാവ് സിഗ്നൽ ഫേഡിങ് എന്ന് പറയാൻ പറ്റും, പക്ഷെ സിഗ്നലിന്റെ പ്രത്യേകതയാണ് അല്ലെ. സോ 1ഉം 3ഉം നമുക്ക് അഷ്യൂർ ചെയ്യാം. D is the answer. Okay. The next, the high-level modulation refers to the modulation process in which modulation is done at high power carrier and modulating signal. Collector modulation is also high-level modulation. Power ഇതെല്ലാണ് answer. D is the answer. All of the above are answer. Okay. Next is also a problem. A message signal is made of multiple frequency components. The highest frequency, FM value തന്നിട്ടുണ്ട് 10K, and minimum sampling frequency എന്തായിരിക്കണം? നമുക്കറിയാം Nyquist criteria, sampling frequency should be greater than or equal to F. Minimum ആവുമ്പോൾ minimum കേസിൽ F should be equal to 2 FM, which is nothing but 20 kilohertz. Okay, and now we are getting into the last page, last 4 questions. Which of the following pulse modulation system is analog? PAM is analog. Amplitude ആണ് modulation, അല്ലെ, analog in nature ആണത്. The bandwidth required is high in. Bandwidth ഇതിന് മാത്രമാണ് കുറവ് വേണ്ടത്, ലെസ് ബാൻഡ്വിഡ്ത്ത് ആണ്. ബാക്കി എല്ലാ രണ്ടിനും ബാൻഡ്വിഡ്ത്ത് വേണം. സോ ബോത്ത് B and C. Compounding is the process of compression and expression. മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Name the modulation technique which requires synchronization between transmitter and receiver. ഇതിൽ എല്ലാത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇതില് PPM-നാണ് ഈ പറഞ്ഞ ഈ സിൻക്രണൈസേഷൻ വേണ്ടത്. PWM-ന് വേണ്ട, അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജ് ആണ്. സോ PPM-ന് എന്തായാലും അത് എന്ന് വെച്ചാൽ ഷോർട്ട് പൾസസ് ആണ്, നമുക്ക് സെയിം വിഡ്ത്തിലുള്ള പൾസസ് ആണ് അല്ലെ. നമ്മുടെ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് സെയിം പൾസ് വിഡ്ത്തും അതിന് തമ്മിലുള്ള ഗ്യാപ്പ് ആണ് വ്യത്യാസം. അപ്പൊ സിൻക്രണൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. So that's all, and hope
that you have all done the exam very well. നമുക്ക് ഇതൊരു അടുത്ത എക്സാമിനുള്ള ഒരു റിവ്യൂ, ഒരു സാമ്പിൾ ആയിട്ടൊക്കെ എടുക്കാം അല്ലെ. ഇനി വരുന്ന എക്സാമിന് ഒരുപാട് പോസ്റ്റ് ഉണ്ട് 12-ാം തീയതി വരുന്ന എക്സാംസിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസും അപ്പൊ എന്തൊക്കെ ഏകദേശം നമുക്ക് ഇതിന് ക്ലിയർ ആവും ഏത് റീജിയനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കാണ്. ഓക്കെ, so all the best for the next exams. We shall meet you all in the next class.